തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം എംപിമാരുടെ മാർച്ച് നടത്തിയിരുന്നു. ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി നിന്നാണ് പ്രതിഷേധം അറിയിച്ചത്. പോലീസ് നേതാക്കളെ വളഞ്ഞായിരുന്നു പ്രതിഷേധത്തിന് മൂർച്ച കൂട്ടിയത്. പ്രതിഷേധ ചൂടിൽ കത്തിക്കയറിയ ഷാഫിയെയാണ് നമ്മൾ കണ്ടത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിപക്ഷ എംപിമാർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. തുടർന്ന് ഈ എംപിമാരെല്ലാവരും അറസ്റ്റ് ചെയ്ത് നീക്കി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാർച്ചിൽ പങ്കെടുത്തിരുന്നു. പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്നായിരുന്നു സംഘർഷമുണ്ടായത്. ബാരിക്കേഡ് ചാടിക്കടക്കാൻ എംപിമാർ ശ്രമിച്ചതിനെ തുടർന്നാണ് പോലീസ് തടഞ്ഞത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കുവാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. മാർച്ചിന് ശേഷം നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വിഷയം മുൻനിർത്തി വിവിധ ഭാഷകളിൽ തയ്യാറാക്കിയ പ്ലക്കാർഡുകളും നേതാക്കൾ ഉയർത്തിയിരുന്നു. പ്രതിഷേധത്തിന് ശേഷം എംപിമാർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ അത്താഴ വിരുന്നും ഒരുക്കുന്നുണ്ട് എന്നാണ് അറിയുന്ന വിവരം. വിരുന്നിലും ഇക്കാര്യം ചർച്ച ചെയ്യും. മഹാരാഷ്ട്രയിൽ 5 വർഷം കൊണ്ട് ചേർക്കുന്നതിലും അധികം വോട്ട് 5 മാസം കൊണ്ട് ചേർത്തുവെന്നും ഹരിയാനയിലും കർണാടകയിലും തെരഞ്ഞെടുപ്പ് തീയതി മാറ്റിയതിൽ സംശയമുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിൽ 5 മണിക്ക് ശേഷം പോളിംഗ് കുതിച്ചുയർന്നു. 40 ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നു. CCTV ദൃശ്യങ്ങൾ 45 ദിവസം കൊണ്ട് നശിപ്പിച്ചു. ഇത് ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണെന്നും ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുന്നുണ്ടെന്നും ഹരിയാനയിലും അട്ടിമറി ഉണ്ടായെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഷാഫിയുടെ ആ ശക്തമായ പ്രതികരണങ്ങൾ കൂടി കാണാം. ബീഹാറിലെ പുതിയ ദ്രുതഗതിയിലുള്ള തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണം പിൻവലിക്കണമെന്നും ഒപ്പം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലൂടെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണവും മറുപടിയും വിശദീകരണവും വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. ഇന്ത്യ സഖ്യം ഒന്നാകെ അണിനിരന്നിരിക്കുന്നു ഈ പ്രതിഷേധത്തിൽ. സംവിധാനത്തെ മുന്നിൽ നിർത്തി തടയാൻ ശ്രമിക്കുകയാണ്. ഇതിനകത്ത് കൃത്യമായ എല്ലാ തെളിവുകളും സഹിതം രാഹുൽ ഗാന്ധി കേവലം ഒരു ആരോപണം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് വി ആർ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ദിസ് SIR. അവരെ സ്കാൻ ചെയ്യാവുന്ന ഒരു കോപ്പി പോലും കൊടുക്കാതെ, ഡിജിറ്റൽ പ്രിന്റ് കൊടുക്കാതെ 4-5 മാസം നീണ്ടുനിന്ന അധ്വാനത്തിനൊടുവിൽ മുഴുവൻ തെളിവുകളും പുറത്തു കൊണ്ടുവന്നിട്ട് അതിനെ അഡ്രസ് ചെയ്യാൻ, അതിന് മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷന് കഴിയുന്നില്ല എന്ന് വെച്ചാൽ കള്ളൻ കപ്പലിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല, BJP കമ്മീഷനാണ്. അതിപ്പോ ഇവിടെ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടത്തില് ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ പരിപൂർണമായ പിന്തുണയുണ്ട്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഏകപക്ഷീയമായിട്ടുള്ള നടപടികൾ പ്രതിഷേധമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഗംഭീരമായിട്ടുള്ള മാർച്ച് ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും പങ്കെടുത്തുകൊണ്ടുള്ള ഏതാണ്ട് 300-ലധികം പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള പ്രതിഷേധത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. SIR പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണവും പരിശോധനയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങൾ, ഇന്ത്യ സഖ്യത്തിന്റെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും വൻപിച്ച തോതിലുള്ള പ്രതിഷേധ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇതിനൊരു അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെ അതിശക്തമായ പ്രതിഷേധം തുടരും. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിന് അമിതാധികാരം വിനിയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്യുന്ന ഈ നടപടിക്കെതിരായി അതിശക്തമായ നിരന്തരമായ പോരാട്ടത്തിന് ഇന്ത്യ മുന്നണി തുടർ ദിവസങ്ങളിൽ നേതൃത്വം കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിനുതകുന്ന നിലയിലുള്ള പ്രതീകാത്മകമായ ഏറ്റവും ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 300-ലധികം പാർലമെന്റ് അംഗങ്ങൾ, രാജ്യസഭയിലെയും ലോക്സഭയിലെയും പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന ഈ ഉജ്ജ്വലമായ പ്രതിഷേധ സമരം. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നയം തിരുത്താൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റും സന്നദ്ധമായില്ല എന്നുണ്ടെങ്കിൽ വൻപിച്ച ജനകീയ പ്രക്ഷോഭത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ച്. തീർച്ചയായും അല്ലെങ്കിൽ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ പാർലമെന്റ് അംഗങ്ങൾ നടത്തുന്ന ഈ പ്രതിഷേധ മാർച്ചിനെ പ്രതിരോധിക്കേണ്ട ഒരാവശ്യവുമില്ല. അതിശക്തമായ പ്രതിഷേധത്തെ നേരിടാനുള്ള കഴിവും കരുത്തും ഗവൺമെന്റിനില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രതിഷേധ മാർച്ചിനെ തടയാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. NK പ്രേമചന്ദ്രനും ഷാഫി പറമ്പിലുമൊക്കെയാണ് പ്രതികരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള MPമാർ
രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആ സമരത്തിൽ അണിനിരക്കുന്നതും പ്രതികരിക്കുന്നതും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണവും വിശദീകരണവും കൂടി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ ഇടതുപക്ഷ MP ഉൾപ്പെടെ പങ്കെടുക്കുന്നതും നമുക്ക് കാണാം. ശിവദാസനെയും റഹീമിനെയും ഒക്കെ കണ്ടു. നേരത്തെ ജോൺ ബ്രിട്ടാസും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു.